വേങ്ങേരി മേൽപ്പാലം ജനങ്ങൾക്കായി തുറന്നു നൽകുന്നു. 1.5 വർഷക്കാലത്തെ കാത്തിരിപ്പിനാണ് ഇപ്പോൾ വിരാമമാകുന്നത്. ജനങ്ങൾ പടക്കം പൊട്ടിച്ച് ആഘോഷമാക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി രാജേഷ് പറമ്പിൽ വ്ലോഗ് ലൈവിൽ ചേരുകയാണ്. ഞങ്ങളിപ്പോഴുള്ളത് വേങ്ങേരി ജംഗ്ഷനിലാണ്. വേങ്ങേരി ജംഗ്ഷനിൽ ഏറെക്കാലമായി ജനങ്ങളുടെ ഒരു കാത്തിരിപ്പിന് അല്പസമയം കൊണ്ട് വിരാമമാകും. ഒരുപക്ഷെ വർഷങ്ങൾ 1.5 വർഷമായി ഉള്ളൊരു കാത്തിരിപ്പാണ്. വേങ്ങേരി ജംഗ്ഷൻ അടച്ചുകെട്ടിയിരുന്നു. ദേശീയപാതയിൽ അണ്ടർപാസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വളരെ നീണ്ടുപോയൊരു പ്രവൃത്തി. അതുകൊണ്ട് കോഴിക്കോട് ജില്ലയ്ക്ക് തന്നെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് കൂടി നേരിട്ടു എന്ന് പറയാം. കാരണം കോഴിക്കോട് ജില്ലയിലെ ഇട റോഡുകൾ വരെ ഈ റോഡ് തുറന്നു കൊടുക്കാതെ കാരണം തകർന്ന് തരിപ്പണമായി. ബാലുശ്ശേരി പാതയിലെ ഗതാഗതം സ്തംഭിച്ചിരുന്നു. ഒരുപാട് വിഷയങ്ങൾ നാട്ടുകാർ അനുഭവിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഒരു പരിഹാരമാകും. അല്പസമയത്തിനകം ഈ റോഡ് ഔദ്യോഗികമല്ലെങ്കിൽ പോലും ഈ റോഡ് ട്രാഫിക് അസിസ്റ്റന്റ് കമ്മീഷണർ ശ്രീ സുരേഷ് അവർ അല്പസമയത്തിനകം തുറന്നു കൊടുക്കും എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ ജനങ്ങളുടെ ഏറെക്കാലത്തെ ഒരു കാത്തിരിപ്പിന് വിരാമമാകുന്നു. ബാലുശ്ശേരി പാത റിലീസാവുന്നു എന്നൊരു ആശ്വാസം കൂടിയുണ്ട്. ഇവിടെ ആളുകളൊക്കെ തടിച്ചു കൂടിയിട്ടുണ്ട്. ദൃശ്യത്തിൽ കാണുന്ന പോലെ തന്നെ അല്പസമയത്തിനകം ഈ പാത ജനങ്ങൾക്കായി ഔദ്യോഗികമായില്ല അനൗദ്യോഗികമായി തുറന്നു കൊടുക്കും. നേരത്തെ കഴിഞ്ഞ ഇവിടം സന്ദർശിച്ച പൊതുമരാമത്ത് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് പറഞ്ഞ കാര്യം സെപ്റ്റംബർ ആദ്യ വാരത്തോടെ ഇത് തുറന്നു കൊടുക്കുമെന്നാണ്. എന്നാൽ സെപ്റ്റംബർ 1-ാം തീയതി ഈ റോഡ് സ്പാനുകളൊക്കെ പൂർത്തിയാക്കി ഈ റോഡ് ബൈപ്പാസ് ജംഗ്ഷൻ വേങ്ങേരി ബൈപ്പാസ് ജംഗ്ഷൻ തുറന്നു കൊടുക്കുന്നു എന്നതാണ് നമുക്ക് പ്രേക്ഷകരെ അറിയിക്കാനുള്ള ഏറ്റവും പുതിയ വിവരം. അഭിഷിത ഒപ്പം തന്നെ മറ്റു വിവരങ്ങൾ റോഡ് എന്ന് ഔദ്യോഗികമായി തുറക്കും എന്ന കാര്യമടക്കം മറ്റ് പ്രവൃത്തികൾ ഇന്ന് പൂർത്തിയാകുമെന്ന കാര്യമടക്കം അല്പസമയത്തിനകം നമുക്ക് അറിയിക്കാൻ സാധിക്കും. ഏതായാലും വേങ്ങേരി ജംഗ്ഷനിലെ ബൈപ്പാസ് തുറന്നു കൊടുക്കുന്നു. പരിസരവാസികൾ നാട്ടുകാരൊക്കെ ഈ ഒരു ദൃശ്യത്തിന് സാക്ഷ്യം വഹിക്കുവാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. സന്തോഷം തോന്നുന്നുണ്ടല്ലോ അല്ലേ? പറഞ്ഞോളൂ. ഇപ്പം ഈ റോഡിൽ കൂടെയൊക്കെ ഞെങ്ങി യാത്ര ചെയ്ത ആളാണ്. ആ സന്തോഷം ഒന്ന് പറഞ്ഞോളൂ. ഈ റോഡ് ഓപ്പൺ ആവാൻ തുടങ്ങിയാൽ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടൊക്കെ നീങ്ങി കിട്ടും. വളരെയധികം സന്തോഷം. തീർച്ചയായും. അപ്പോൾ ഒരു സന്തോഷത്തിന്റെ കാഴ്ച കാണാൻ വന്നതാണ്. വളരെ സന്തോഷം തോന്നുന്നു. 1.5 വർഷത്തോളമായി ഇവിടെ ഇത് ക്ലോസ് ചെയ്തിരിക്കുകയായിരുന്നു. അതിന്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ സന്തോഷം. ഏതായാലും ആളുകളുടെ ഒരു പ്രതികരണം ഈ രീതിയിൽ തന്നെയാണ്. കാരണം വളരെ സന്തോഷം. കാരണം അത്രത്തോളം അനുഭവിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു അണ്ടർപാസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വേങ്ങേരി ജംഗ്ഷൻ അടഞ്ഞത് കാരണം. ശരിക്കും പറഞ്ഞോളൂ. വലിയ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകാനും കാര്യങ്ങളൊക്കെ 1.5 വർഷം നമ്മളിവിടെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ വൺ സൈഡ് വിട്ടാൽ പോരാ, വൺ സൈഡ് വിടാന്നുള്ളൊരു പരിപാടി പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു വഴിക്ക് വരുന്നത് ഇവിടെ തന്നെ തിരിച്ചു വിടണമെന്നുള്ളൊരു അഭിപ്രായമാണ്. അപ്പോൾ വർഷങ്ങളോളായി ഇവിടെ ബ്ലോക്കും ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് നടക്കുന്നത്. അതുകൊണ്ട് നിർബന്ധമായിട്ടും വണ്ടികൾ അപ്പ് ആൻഡ് ഡൗൺ വരെ ബൈക്ക് തന്നെ കടത്തി വിടണം എന്നുള്ളൊരു അഭിപ്രായമാണ് ഞാൻ. തീർച്ചയായും അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം വൺ സൈഡ് മാത്രമേ ഇപ്പോൾ തൽക്കാലം വാഹനങ്ങൾ കടത്തിവിടൂ എന്നാണ് പറയുന്നത്. എന്നാൽ അത് പോരാ, 2 വശത്തേക്കും വാഹനങ്ങൾ കടത്തിവിടണം എന്നാണ് നാട്ടുകാർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. കാരണം അത്രത്തോളം ഗതാഗത ഇവർ അനുഭവിച്ചിട്ടുണ്ട്. ആളുകൾ പടക്കം പൊട്ടിച്ചൊക്കെയാണ് ഈ ഒരു പാതയുടെ ഒരു തുറന്നു കൊടുക്കൽ. അനൗദ്യോഗികമാണെങ്കിൽ ആ തുറന്നു കൊടുക്കൽ പടക്കമൊക്കെ പൊട്ടിച്ചാണ് വേങ്ങേരിയിലെ നാട്ടുകാർ അത് ആഘോഷിക്കുന്നത്. കാരണം ആ ദുരിതം അനുഭവിച്ചത് റിലീസാവുന്നു, വേങ്ങേരി ജംഗ്ഷൻ റിലീസാവുന്നു എന്നതാണ് പ്രേക്ഷകരെ അറിയിക്കാനുള്ള ഏറ്റവും പുതിയ വിവരം. അഭിജിത.